എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയാണ് എൻ്റെ നല്ല കാലം മുഴുവൻ വിദേശത്ത് തുലച്ചത്. അവർക്ക് സുഖമായി കഴിയാൻ ഒരസുഖവും വകവെക്കാതെ ഞാൻ കഷ്ടിച്ചധ്വാനിച്ചു. ഊണും ഉറക്കവുമില്ലാത്ത എത്രയോ ദിനരാത്രങ്ങൾ. ചോദിച്ചതെന്തും ചോദിച്ചതിലേറെ തന്നെയാക്കി ഞാൻ കൊടുത്തു. പക്ഷേ എൻ്റെ ആരോഗ്യം നശിച്ച ഈ കാലത്ത് അവർക്കിപ്പോൾ എന്നെ വേണ്ട. ഞാൻ അവർക്കൊരു ഭാരമാണത്രേ. എങ്ങനെയാണ് ഗുരു ഞാൻ ഈ സങ്കടം സഹിക്കുക? ഗുരു ചോദിച്ചു. എന്തൊക്കെയാണ് അവർക്കു നീ ചെയ്തു കൊടുത്തത്? അന്നവും പാനീയവും നൽകി. ധരിക്കാൻ മേത്തരം വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. പാർക്കാൻ കൊട്ടാര സദൃശ്യമായ വീട് നിർമ്മിച്ചു. സഞ്ചരിക്കാൻ ഒന്നാന്തരം വാഹനം ഏർപ്പാടാക്കി. വിദ്യാഭ്യാസത്തിനായി ഭീമമായ തുക തന്നെ അനുവദിച്ചു. രോഗശുശ്രൂഷകൾക്കായി ചെലവിട്ട പണത്തിനു കണക്കേയില്ല. മാത്രമല്ല ആവശ്യത്തിനുമല്ലാതെയുമായി യഥേഷ്ടം സാമ്പത്തിക സഹായങ്ങളും നൽകിയിട്ടുണ്ട്. ഈ പറഞ്ഞവയ്ക്കപ്പുറം വേറെ വല്ലതും കൊടുത്തിരുന്നോ? ഇതിനപ്പുറം എന്താണിനി അവർക്ക് വേണ്ടത്? ചെയ്യേണ്ടതെല്ലാം കഴിവിന്റെ പരമാവധി ഞാൻ ചെയ്തില്ലേ? ശരീരത്തിനാവശ്യമായതെല്ലാം കഴിവിന്റെ പരമാവധി നിങ്ങൾ നൽകിയിട്ടുണ്ടാകും. എന്നാൽ മനസ്സിനാവശ്യമായ അന്നപാനീയങ്ങളും വസ്ത്രങ്ങളും നൽകിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ സ്നേഹവും പരിപാലനയും കരുതലും പ്രോത്സാഹനവുമെല്ലാം അതൊക്കെ ഉണ്ടായതുകൊണ്ടല്ലേ ഞാൻ ഈ കഷ്ടപ്പെട്ടതെല്ലാം? അവരോട് സ്നേഹമില്ലെങ്കിൽ ഞാൻ ഈ പണിക്ക് നിൽക്കുമായിരുന്നോ? നിങ്ങൾക്കതെല്ലാം ഉണ്ടായിട്ട് കാര്യമില്ല. നിങ്ങൾ അവരുടെ ശരീരത്തിനാവശ്യമായ വിഭവങ്ങൾ നൽകിയതുപോലെ അവർക്ക് സ്നേഹവും ലാളനയുമെല്ലാം നൽകിയിരുന്നോ എന്നാണ് എൻ്റെ ചോദ്യം. ഈ ചോദ്യത്തിന് അയാൾക്ക് മറുപടിയില്ല. ഗുരു പറഞ്ഞു, നിങ്ങൾ ഭാര്യയെയും മക്കളെയും വളരാൻ അനുവദിച്ചു, പക്ഷെ വളർത്തിയില്ല. വിത്ത് മണ്ണിൽ വിതച്ചു, വെള്ളവും വളവും നന്നായി നൽകി, പക്ഷെ കീടങ്ങളിൽ നിന്ന് അവയെ കാത്തു സംരക്ഷിച്ചില്ല. അവയ്ക്കിടയിൽ കളകൾ വളർന്നുകൊണ്ടിരുന്നപ്പോൾ അവയെ പറിച്ചു മാറ്റാൻ നിങ്ങൾ മടി കാണിച്ചു. നിങ്ങളുടെ കൈകൊണ്ട് അവയെ ഒന്ന് സ്പർശിക്കുക പോലും ചെയ്തില്ല. വെള്ളവും വളവും ഇട്ടുപോന്നാൽ വിതച്ച വിത്ത് മുളച്ചു പൊന്തും, വളർന്നു വരികയും ചെയ്യും. എന്നാൽ ആ വളർച്ച ശരിയായ വളർച്ചയായിരിക്കില്ല. അതിൽ കായ്കനികൾ കുറയും. ഉള്ള കായ്കനികൾ തന്നെ കീടങ്ങളുടെ പിടിയിലകപ്പെട്ട് നശിച്ചിട്ടുമുണ്ടാകും. ശരീരത്തിനാവശ്യമായത് മാത്രം കൊടുത്തിട്ട് കാര്യവുമില്ല. മനസ്സിനാവശ്യമായതും കൊടുക്കണം. കൊടുക്കേണ്ടത് കൊടുക്കേണ്ടതോടൊപ്പം തടയേണ്ടതിൽ നിന്ന് തടഞ്ഞു നിർത്തുകയും വേണം. വളരലും വളർത്തലും രണ്ടാണ്. മക്കളുടെ ശാരീരിക ആവശ്യങ്ങൾ മാത്രം നിറവേറ്റി കൊടുക്കുന്നിടത്ത് വളരൽ മാത്രമേയുള്ളൂ, വളർത്തലില്ല. മക്കളെ വളർത്തിയില്ലെങ്കിലും അവർ വളർന്നുകൊള്ളും എന്നു കരുതി സമാധാനിച്ചിരിക്കാൻ പറ്റില്ല. അവർ എങ്ങനെ വളരുന്നു എന്ന് പരിശോധിക്കേണ്ട ചുമതല കൂടി രക്ഷിതാക്കൾക്കുണ്ട്. അവരുടെ കൂടെ നിന്ന് ഒരു കർഷകൻ തൻ്റെ കൃഷിയോടെന്ന പോലെ പരിപാലിക്കുമ്പോഴാണ് വളർത്തലുണ്ടാവുക. അവരിൽ ചിലപ്പോൾ ദുസ്വഭാവങ്ങളാകുന്ന കീടങ്ങൾ കയറിക്കൂടും. അവർക്കിടയിൽ ചീത്ത കൂട്ടുകെട്ടുകളെന്ന കളകൾ വളരും. അവയിൽ നിന്നെല്ലാം പരുക്കും പ്രയാസവും സൃഷ്ടിക്കാത്ത വിധം മക്കളെ സംരക്ഷിക്കേണ്ടതുണ്ട്. കൃഷിയിടത്തിൽ കളകൾ വളർന്നാൽ കർഷകൻ കൃഷിക്ക് പരുക്കു പറ്റാത്ത വിധമാണ് അവയെ പറിച്ചൊഴിവാക്കുക. കൃഷി വാടിപ്പോകാതിരിക്കാൻ വളരെ കരുതലോടെയാണ് അവയോട് പെരുമാറുക. മക്കളും വാടിപ്പോകാതിരിക്കാൻ കരുതലോടെ മാത്രം പെരുമാറണം. കർഷകൻ നിരന്തരം നോക്കി വളർത്തിയ കൃഷിയും കർഷകന്റെ പരിപാലനം കിട്ടാത്ത കൃഷിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാകും. നോക്കി വളർത്തിയ കൃഷി നൽകുന്ന ഫലത്തിന്റെ അത്ര പരിപാലനം കിട്ടാത്ത കൃഷി നൽകില്ല. പലരും മക്കളുടെ ശരീരം വളരാൻ ആവശ്യമായത് യഥേഷ്ടം നൽകുന്നു. അവരുടെ ശരീരത്തിന് സുഖം നൽകുന്ന വസ്തുവകകളും കണക്കിലേറെ നൽകുന്നു. വളർത്തുകയെന്ന സുപ്രധാന ദൗത്യം മാത്രം നിർവഹിക്കുന്നില്ല. വളർത്താത്തതിനാൽ അവർ തങ്ങൾക്ക് കിട്ടിയതും വെച്ച് തോന്നിയതുപോലെ വളർന്നു വലുതാവുകയും ചെയ്യുന്നു. തോന്നിയ പോലെ വളർന്നു വലുതായതുകൊണ്ടാണ് തോന്നിയ പോലുള്ള പെരുമാറ്റങ്ങളും അവരിൽ നിന്നും ലഭിക്കുന്നത്. കുറെ വെള്ളവും വളവും നൽകുകയല്ല, സജീവമായ ശ്രദ്ധയും കരുതലും നൽകുകയാണ് വേണ്ടത്. അത് നൽകുന്നുണ്ടെങ്കിൽ കുറഞ്ഞ വളം നൽകിയാൽ തന്നെ കൂടുതൽ ഫലം നൽകുന്ന വൃക്ഷങ്ങളായി മക്കൾ വളരും.